ഞാന് കമൽ സാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അധിക പ്രസംഗമാണ് അത്. പക്ഷെ എന്നാലും ഒരു സിനിമ ആസ്വാദക എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ കമൽ സാറുടെ മൂവീസിലെ പാട്ടുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ്, സാറിൻ്റെ എല്ലാ മൂവീസിലെ എല്ലാ പാട്ടുകളായാലും അതിനൊക്കെ സാർ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിക്ചറൈസേഷൻ ആയാലും ആ പാട്ടിൻ്റെ കമ്പോസിങ് ഇതിനൊക്കെ. ആൻഡ് എനിക്ക് പ്രത്യേകിച്ച് പെരുമഴക്കാലം എന്ന് പറഞ്ഞ ചിത്രം മനസ്സിനോട് വളരെയധികം അടുത്തൊരു, ഞാൻ കുറേ പ്രാവശ്യം കണ്ട സിനിമയാണ്. എനിക്ക് എന്നും അത് കാണുമ്പോൾ ഉള്ളിലൊരു തേങ്ങലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു പ്രോജക്റ്റ്, അതിലുള്ള പാട്ടുകൾ കേട്ടപ്പോഴും ഈ ഒരു രീതിയിൽ നമുക്കൊരു സിംഗറിന് ഇത്തരത്തിലൊരു പാട്ട് കിട്ടത്തക്ക രീതിയിൽ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. അത്തരത്തിലൊരു പ്രോജക്റ്റ്, അങ്ങനെയൊക്കെ ഒരു പാട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ. ഈ കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ ചിത്രത്തിൽ മോഹൻ സാർ എന്നെ പാടാൻ അവിടെ ചെന്ന് നോക്കുമ്പം കമൽ സാറ് പുറത്ത് നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഇവിടെ ഞാൻ എൻ്റെ പ്രോജക്റ്റ് പാടാൻ വന്നിരിക്കുന്നു, ഞാനല്ലേ വിളിച്ചത്. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു സന്തോഷം അത് തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് ആ ഒരു പാട്ട് മഞ്ജരി എന്നൊരു സിംഗറിന് ഒരു വളരെയധികം ഒരു റെസ്പോൺസ് ആൾക്കാരുടെ ഇടയിൽ എനിക്ക് നല്ലോണം ആൾക്കാരുടെ അടുത്തുനിന്ന്, നല്ല ആസ്വാദകരുടെ അടുത്തുനിന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഈ പാട്ടിന്. ആൻഡ് കമൽ സാറുടെ ഈ ഒരു പ്രോജക്റ്റിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത്, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയ എനിക്ക് പാട്ടിന്. ആൻഡ് അന്ന് വേദിയിൽ കമൽ സാറ്, മമ്മൂക്ക, ഇവരെല്ലാവരും ഉണ്ട്. കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രൂ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. എനിക്കത് മറക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഓർക്കാവുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് കമൽ സാറിൻ്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഞാൻ അധികം പ്രോജക്ട്സിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു സന്തോഷമുള്ളത് സാറ് അത്തരത്തിൽ പാട്ടുകൾ വരുമ്പോൾ എന്നെ ഓർക്കാറുണ്ട് എന്നുള്ളൊരു സന്തോഷം എനിക്ക് എന്നും മനസ്സിലുണ്ട്. കടലോളം വാത്സല്യം, ആ ഒരു സ്റ്റൈലിലൊരു പാട്ടാണ് അത്. മിന്നാ മിന്നിക്കൂട്ടം എന്ന് പറഞ്ഞ ചിത്രത്തിൽ. സോ നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ മഞ്ചേരിയുടെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ മഞ്ചേരി പാടിയിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം അത്രയും നന്നായിട്ട് പാടുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് മഞ്ചേരി സത്യത്തിൽ എൻ്റെ പടത്തിൽ പാടുന്നത്. പ്രത്യേകിച്ചും പിന്നെ മകൾക്ക് അല്ലേ ആ പാട്ടുകളൊക്കെ കേട്ടിട്ട്, കാരണം പ്രത്യേകിച്ച് പിന്നെ ഹിന്ദുസ്ഥാനിയൊക്കെ ഇങ്ങനെ ഗസലുകളൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഗസൽ ഒരുപാട് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ഞാനിങ്ങനെ മഞ്ചേരി പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ജോത്സന പറഞ്ഞവർ, ജോത്സനയുടെ ശബ്ദം ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് സുഖമാണി നിലാവ് എന്നുള്ള പാട്ട് എന്നെ മോഹൻ സിതാര റെക്കോർഡ് ചെയ്തിട്ടായത് ജോത്സന പാടിയതിന് ശേഷം ഹെഡ്ഫോണിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ട് കേൾപ്പിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞെങ്കിലും പ്രത്യേക ഒരു നമ്മളിതുവരെ കേട്ട ശബ്ദത്തിൽ നിന്ന് മാറിയിട്ടൊരു ശബ്ദം കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് നമ്മളിത് ആരാ പാടിയത്. അപ്പോൾ മോഹൻ സിതാര പറയുന്നില്ല ആരാണ്, ആരാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. അതിന് മുമ്പ് ഒരു ദിവസം മോഹൻ സിതാരെ കാണാൻ വേണ്ടി ജോത്സന വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ജോത്സന അല്ലേ, അന്ന് പരിചയപ്പെടുത്തി ജസ്റ്റ് തന്നെ. പക്ഷേ എനിക്ക് അറിയില്ല പാടിയതാരാണെന്ന് അറിയില്ല. അപ്പോൾ എങ്ങനെയുണ്ട് പാടിയത്, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വളരെ മനോഹരമായിട്ടുണ്ട്, നമുക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യത്തിൽ ഏതോ മദ്രാസിലെ ഏതോ ഒരു സിംഗർ വന്ന് പാടിയെന്നൊക്കെയാണ് ഞാൻ ധരിച്ചത്. കാരണം കുറച്ച് ഇംഗ്ലീഷ് ആക്സെൻറ്റിലേക്ക് ഈ ശുഭ എന്നൊക്കെ പറയുന്ന കാര്യമില്ല, അതുപോലെ ആരോ വന്ന് പാടിയെന്നാണ് എൻ്റെ ധാരണ. പിറ്റേന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ജോത്സനയാണ് പാടിയത്. പിന്നെ ജോത്സനെ വന്ന് എന്നെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ആ ഒരു ഇതുണ്ടാകുന്നത്. നമ്മൾ ശബ്ദം കേട്ടിട്ടാണ് ജോത്സനെ ഞാൻ പിന്നെ തിരിച്ചറിയുന്നത്. പിന്നെ അഫ്സലിൻ്റെ ആയാലും ഞാൻ അഫ്സലിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, നേരത്തെ കേട്ടിട്ടുണ്ട്. പിന്നെ അഫ്സലിൻ്റെ ബ്രദേഴ്സിനൊക്കെ എനിക്കറിയാം, എല്ലാവരും പാട്ടുകാരാണ്, ഒരു സംഗീത കുടുംബമാണല്ലോ അഫ്സലിൻ്റെ. പിന്നെ അഫ്സൽ പാടാൻ വന്നപ്പോഴും അഫ്സൽ നമുക്ക് തരുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പിരിറ്റ് തരുന്ന ഒരാളാണ്. എനിക്കത് തോന്നിയിട്ടുണ്ട്. എപ്പോഴും പാടാൻ വേണ്ടി വരുമ്പോഴും വെറുതെ ഒരു പാട്ട് പാടിയിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്ന രീതിയല്ല. ആ സിനിമയെക്കുറിച്ച് ചോദിക്കുകയും ആ സിനിമയുടെ ഏത് ഘട്ടമെത്തി അങ്ങനെയൊക്കെ വളരെയധികം നമ്മളുടെ കൂടെ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ആ രീതിയിൽ കൂടെ അല്ലേ. തീർച്ചയായിട്ടും അഫ്സൽ എപ്പോഴും എല്ലാ സിനിമ ഫിലിമാകുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രതീക്ഷ, പാട്ടുകാർ നമ്മൾ കുറേ പാട്ടുകൾ പാടുന്നുണ്ട്, പക്ഷേ നമ്മുടെ സോങ് കമൽ സാറിൻ്റെയൊക്കെ ഫിലിമിൽ വരുമ്പോഴേ ജനങ്ങളിൽ കൂടുതൽ എത്തുന്നത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. കാരണം യങ്സ്റ്റേഴ്സ് ഇങ്ങനെ കുറേ പേര് ഇവരെയൊക്കെ എനിക്ക് ആഗ്രഹം വെച്ചാൽ എല്ലാവരെയും പാടിക്കണമെന്നാണ്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷത്തിലൊരു പടമായി കുറഞ്ഞു, ഇവരാണ് ഒരുപാട് പാട്ടുകാർ.
എല്ലാവരും നമുക്കൊരു പടത്തിൽ പാടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം, അയ്യോ ഇവരെ പാടി, ജോത്സനെ പാടിച്ചില്ലോ, മഞ്ജരിയെ പാടിച്ചില്ലോ, പടം ഇങ്ങനെ അടുപ്പിച്ചെടുത്താലേ ഇതൊക്കെ പറ്റുള്ളൂ. കാവ്യമേള പോലെ വെറും ഒരു 12, 14, 15 പാട്ടുള്ള ഒരു സിനിമ. ഒരു സിനിമ ഓരോരുത്തർക്കും ഓരോ പാട്ട് വെച്ച് നമുക്ക് കൊടുക്കാം. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. മുമ്പ് ആകെ 2-3 പാട്ടുകാർ, ഇപ്പോൾ ദാസേട്ടൻ, ജയേട്ടൻ, മറ്റേ ബ്രഹ്മാനന്ദൻ, ശ്രീകുമാർ, അങ്ങനെ ഉണ്ട്, MG ശ്രീകുമാർ. ഗായികമാരാണെങ്കിൽ ജാനകിയമ്മയൊക്കെ പിന്നെ ഞങ്ങളൊക്കെ വന്നപ്പോഴും കുറഞ്ഞു, സുശീലമ്മയൊക്കെ കുറഞ്ഞു. പിന്നെ ചിത്ര, സുജാത. അപ്പം മിക്കവാറും എല്ലാ പടത്തിലും ചിത്രയും സുജാത ഓരോ പാട്ട് പാടും. അതോടുകൂടി കഴിഞ്ഞു, നമ്മൾ ഹാപ്പിയാണ് അവരായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമയിൽ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഇതുണ്ട്. കാരണം അപ്പം മ്യൂസിക് ഡയറക്ടറെ ചോയ്സിന് വിടും പലപ്പോഴും. ഇപ്പം നമുക്കായിട്ട് പലപ്പോഴും പറയാൻ പറ്റുന്നില്ല ഇന്ന ആളെ കൊണ്ട് പാടിക്കാൻ, ഇന്ന ആൾ. കാരണം 1-2 പാട്ടുണ്ടാവും, അവർ അപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യും ഇന്ന ശബ്ദം ആ പാട്ടിന് വേണം, ഇന്ന ശബ്ദം മറ്റേ പാട്ടിന് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അങ്ങനെ പറയാറില്ല ഞാനിപ്പോൾ സത്യത്തിൽ. കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കും അതൊരു വിഷമം തോന്നും. കാരണം അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ശബ്ദം വേറെ ആയിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞെങ്കിൽ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ. ഇപ്പോൾ ഒരുപാട് സിംഗേഴ്സ് ഉള്ളതുകൊണ്ട് ചോയ്സസ് വരും അല്ലേ, ഓരോ പാട്ടിന് ഓരോ ശബ്ദങ്ങൾ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലുള്ള ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ നിങ്ങൾക്ക് പാടാൻ പറ്റാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു ഇത് വരുന്നുണ്ട്. നമ്മളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കമൽ സാറിന്റെ ഫിലിമിൽ പാടില്ല, അത് മതി. എന്നെ സംബന്ധിച്ചോളം പറയുന്നത്, കാരണം കൂടുതൽ സിനിമകൾ പാടിയേക്കണ കമൽ സാറിന്റെ ഫിലിംസ് തന്നെയാണ് കൂടുതൽ പാടിയേക്കണം. കമൽ സാറിൻ്റെ ഫിലിമിൽ പാടിയുള്ളൊരു ഗുണം, അത് മിക്കവാറും എല്ലാ ചാനലുകളും ആ ഒരു കാലഘട്ടം മുഴുവൻ ക്യാരി ചെയ്യും. കാരണം അതിനൊരു വിഷ്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ അത് നമ്മളുടെ പാട്ടുകൾ പിന്നീട് വന്നിട്ടുള്ളതെല്ലാം ഇപ്പം നമ്മളുടെ പാട്ടുകളൊക്കെ തന്നെ കറുത്ത പക്ഷികൾ അടക്കമുള്ള പടങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്വപ്നക്കൂട് ചാനലുകളിൽ വന്ന് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ 3 ഒരു പ്രധാനപ്പെട്ട പാട്ടുകൾ എല്ലാവരും പറയുന്ന 3 പാട്ട് എന്നാണ് സുഖമാണി നിലാവ്, കറുപ്പിനഴക്, മെഹർബ. ഈ 3 പാട്ടാണ് കൂടുതലും എന്നെ കാണുമ്പോൾ ആൾക്കാർ പറയുന്നത്. അത് 3 കമൽസാറിന്റെ പടത്തിലുള്ള പാട്ടുകളാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാനൊരു അടിപൊളി പാട്ടുകാരനായിട്ടായിരുന്നു ചിത്രീകരിച്ച് വെച്ചായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കി തന്നത് കമൽ സാറിൻ്റെ ഫിലിം രാപ്പകലിലെ പോകാതെ കരിയിലെ കാറ്റ് എന്നുള്ള സോങ്. അപ്പോൾ അതും അഫ്സൽ എന്നുള്ള സിംഗർ ഇപ്പോൾ ഒരു അടിപൊളി പാട്ടുകാരൻ മാത്രം എന്നുള്ള രീതിയിൽ നിന്നിരുന്ന സമയത്താണ് കമൽ സാറും മോഹൻ ചേട്ടനും തന്നെ അതിനൊരു മാറ്റം ഉണ്ടാക്കി തന്നെ. അതിനും അവരോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു പാട്ട് നമുക്ക് പാടാൻ പറ്റും. ആ പാട്ടിൻ്റെ സീൻ ഇപ്പോഴും കാണുമ്പോൾ രാപ്പകലിലെ ആ മമ്മൂക്കായുടെ ആ ഒരു ഭയങ്കര വിഷമിച്ചിട്ടുള്ള ആ ഒരു സീൻ കാണുമ്പോൾ ഞാനിന്നും കണ്ണ് നനഞ്ഞു പോകാറുണ്ട് എനിക്ക്. അതേപോലെ തന്നെ ആ പാട്ടിലൊരു സീനുണ്ട്, ഇങ്ങനെ എന്താണ് ഒരു തട്ടകത്തമ്മ എന്ന് പറഞ്ഞ, അപ്പോൾ ശാരദ മാം കരയുന്ന സീൻ വരുമ്പോഴത്തെ എനിക്ക് എപ്പോഴും അത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മഹാന്മാരായ കലാകാരരുടെ അവർക്ക് വേണ്ടി അവർ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു സോങ് പാടാനുള്ള അവസരം, അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ. അത് ഇനി പാടിയില്ലെങ്കിലും വേണ്ടിയില്ല എന്നുള്ളൊരു ഇത് തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. ഇതിൽ കൂടുതൽ എന്ത് കിട്ടാന്നുള്ളത് പലപ്പോഴും തോന്നാറുണ്ട്.